ഹലോ, രഞ്ജിസോളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാവയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പാവയ്ക്ക നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ കൂടെ ആഡ് ചെയ്യുക. അതിലേക്ക് 1/2 മുറി സവോള ചതച്ചതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു മുട്ട കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞ് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. വീഡിയോ എടുക്കുന്നില്ല, അസൗകര്യം കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കാതിരിക്കുന്നത്. അതിനുശേഷം അടുപ്പ് കത്തിച്ച് പാൻ ചൂടായി അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാവയ്ക്കയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലായിടത്തും കൂടെ നിരത്തി ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇത് കരിഞ്ഞു പോവാതെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓയിൽ ചേർത്ത് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ബ്രൗൺ കളറായി നല്ല പാകമായതിനു ശേഷം മല്ലിയില കൂടെ ചേർത്ത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആരും ഇനി പാവയ്ക്ക കഴിക്കില്ല എന്നുള്ള പരാതി വേണ്ട. ഇതുപോലെ ഒന്ന് ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്.